ഇപ്പോൾ കെ ശൈലജ ടീച്ചർ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീമതി കെ ശൈലജ, നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് വലിയൊരു വേദനയായി, സ്ത്രീകളെ മാത്രമല്ല ഇന്ത്യക്കാരെ സംബന്ധിച്ച് വലിയ വേദനയാണ് വിനീഷ് ഫോഗട്ട് എന്ന താരം. എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഇവരുടെ ഈ വിനീഷ് ഫോഗട്ടിന്റെ കാര്യത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്? ഏതെങ്കിലും വിധത്തിൽ ആത്മാർത്ഥമായ ഒരു നീക്കം ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വിനീഷ് ഫോഗട്ടിന്റെ കാര്യത്തിൽ ഉണ്ടായി എന്ന് വിശ്വസിക്കാമോ? ഒട്ടും ആത്മാർത്ഥമായിട്ടുള്ള സമീപനം കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകാനിടയില്ല. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതീവ നിരാശാജനകവും ദുഃഖകരവും പ്രതിഷേധാർഹവുമായിട്ടുള്ള ഒരു കാര്യമാണ്. പൊരുതി കയറിയ ഒരു മാതൃകയാണ് വിനീഷ് ഫോഗട്ട്. ഞാൻ മഹിളാ അസോസിയേഷൻ നേതാക്കളോടൊപ്പം ആ സമരപന്തലിൽ പോയിരുന്നു. ബ്രിജേഷ് ഭൂഷണെതിരായിട്ടുള്ള ആ സമരത്തിൽ വളരെ ലൈംഗിക ആരോപണം അടക്കം ഉന്നയിച്ചുകൊണ്ട് ഇതിന്റെ അതിപ്രശസ്തരായിട്ടുള്ള താരങ്ങൾ, കായിക താരങ്ങൾ നടത്തിയ സമരം, അവരുടെ അതിജീവനത്തിന് വേണ്ടി നടത്തിയ പോരാട്ടം, അതിനെയൊക്കെ എത്ര മോശമായ രീതിയിലാണ് കേന്ദ്ര സർക്കാർ കണ്ടതും അവഗണിച്ചതും. അവഗണിക്കുകയല്ല, അതിനെ മർദ്ദിച്ചൊതുക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. അപ്പൊ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഇന്ത്യയുടെ കരുത്തായിട്ടുള്ള വിനേഷ് ഈ ഒളിമ്പിക്സ് മത്സരത്തിൽ പങ്കെടുക്കാൻ പോയതും ഫൈനലിൽ പ്രവേശിച്ചതും. എന്നാൽ ഫൈനലിൽ എത്തിയതിനു ശേഷമാണ് ഈ ഒരു വ്യത്യാസം കണ്ടുപിടിച്ചുകൊണ്ട് 100 ഗ്രാമിന്റെ തൂക്കത്തിന്റെ വ്യത്യാസത്തിൽ അത് ഫൈനലിൽ നിന്ന് അടുത്ത മത്സരത്തിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നു, ഫൈനലിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന വാർത്ത വരുന്നത്. ഇതെല്ലാം ഒരു അന്വേഷണ വിധേയമാക്കേണ്ടുന്ന വസ്തുതയാണെന്നുള്ളതാണ്. പക്ഷെ ആരാണ് അതിന് ആവശ്യപ്പെടുക, ആരാണത് അന്വേഷിക്കുക എന്നുള്ളതാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് ഇന്ത്യയാകെ പ്രതിഷേധ ശബ്ദം ഉയർത്തേണ്ടുന്ന ഒരു സംഭവമാണ് വിനേഷ് ഫോഗട്ടിന്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ വിനേഷ് വളരെ ധീരയായിട്ടുള്ള പെൺകുട്ടിയാണ്, കായിക താരമാണ്. അവരതിനെ അതിജീവിക്കും. വളരെ ധീരമായിട്ട് തന്നെ നമ്മളെല്ലാവരും വിനേഷിന്റെ കൂടെ വളരെ ശക്തമായിട്ടുള്ള ഒരു പിന്താങ്ങായിട്ട് നമ്മൾ ഉണ്ടാകും. ഇന്ത്യ ഉണ്ടാവണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. വിശേഷിച്ചും സ്ത്രീ സമൂഹം ഒന്നാകെ വിനേഷിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് അവർക്ക് കരുത്ത് പകർന്നുകൊണ്ട് കൂടെ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശൈലജ ടീച്ചർ, ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം, PT ഉഷയെ പോലുള്ള ഒരു താരം അവിടെ ഈ താരങ്ങൾക്കെല്ലാം വഴികാട്ടിയായിട്ട് അവിടെയുണ്ട്. പക്ഷേ PT ഉഷ പോലും എന്താണ് ഇക്കാര്യത്തിൽ ചെയ്തത് എന്ന് പരിശോധിക്കപ്പെടേണ്ടതല്ലേ? കാരണം ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായി, രാവിലെ അയോഗ്യയാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോൾ തന്നെ ഓപ്ഷനുണ്ട് ഇത്തരത്തിൽ അപ്പീൽ നൽകാൻ, അല്ലെങ്കിൽ ഒരു ഫൈനൽ ടെസ്റ്റിന് കൂടി വിധേയമാകാൻ കഴിയുന്ന വിധത്തിൽ ഒരു സമ്മർദ്ദം ശക്തമാക്കാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്, ഒഫീഷ്യൽസിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള സമ്മർദ്ദവും ഉണ്ടായില്ല. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് മാത്രമാണ് ഇത്തരത്തിൽ ഗുസ്തി ഫെഡറേഷൻ ഒരു പരാതി പോലും ഒളിമ്പിക് അസോസിയേഷന് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. PT ഉഷയെ പോലെ ഒരു താരമൊക്കെ ഉള്ളപ്പോൾ ഈ പെൺകുട്ടി എങ്ങനെയാണ് ഇത്രമേൽ അവഗണിക്കപ്പെടുന്നത്? ഇതിൽ PT ഉഷ മാത്രമല്ല, ഉഷക്ക് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമുണ്ട്. ഉഷ മാത്രമല്ല, ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്. പ്രധാനമന്ത്രി പറഞ്ഞത് ആത്മാർത്ഥമായിട്ടാണെങ്കിൽ അതങ്ങനെയാണെന്ന് കരുതാൻ യാതൊരു ന്യായവും കാണാത്തത് അതിശക്തമായിട്ടുള്ള ഇടപെടൽ, വലിയ വ്യത്യാസമൊന്നുമല്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാവുന്ന ഒരു 100 ഗ്രാമിന്റെ തൂക്കത്തിന്റെ വ്യത്യാസമാണ് ഇപ്പൊ പറയുന്നത്. അപ്പോ അതിനെക്കുറിച്ച് ഗൗരവമായിട്ടൊരു അന്വേഷണം നടത്തണം, അല്ലെങ്കിൽ അപ്പീൽ കൊടുത്തുകൊണ്ട് അത് പരിഹരിക്കുന്നതിനാവശ്യമായ ഇടപെടൽ ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിന്റെ ഭാഗത്തു നിന്ന് തന്നെ, ഭരണാധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണ്ടേ? അതിനല്ലേ ഇന്ത്യയിലെ ഈ കോടിക്കണക്കിന് ജനങ്ങൾ കാത്തു നിൽക്കുന്നത് കാതോർത്തിട്ട്. പക്ഷെ അതൊന്നും ചെയ്തില്ല, ഒളിമ്പിക്സ് അസോസിയേഷൻ ചെയ്തില്ല എന്നുള്ളത് ദുരൂഹമായിട്ടാണ് തോന്നുന്നത്, പ്രതിഷേധാർഹവുമാണ്. ഈ ദുരൂഹത തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്.